കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഇഗ്നോ ഫോക്കസ് 5.0. ഇഗ്നോ മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് സെഷൻ ആണ് നമ്മളിവിടെ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് ഫോർ DSEM ലേണേഴ്സ്. DSEM എന്ന് പറയുമ്പോൾ DSE മൾട്ടി ഡിസിപ്ലിനറി ട്രിപ്പിൾ മെയിൻ സബ്ജക്ട് അത് ചൂസ് ചെയ്ത ലേണേഴ്സിന് വേണ്ടിയിട്ടാണ്. BCHCT 131 എന്ന് പറയുന്ന പേപ്പറാണ്. അറ്റോമിക് സ്ട്രക്ചർ, ബോണ്ടിങ്, ജനറൽ ഓർഗാനിക് കെമിസ്ട്രി ആൻഡ് ആലിഫാറ്റിക് ഹൈഡ്രോകാർബൺസ് എന്ന് പറയുന്ന പേപ്പറാണ്. ഇപ്പം നമ്മുടെ ഈ ഡിസംബറിലേക്ക് എക്സാം എഴുതാൻ പോകുന്ന ലേണേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് സെഷൻ ആണ്. ഈ ഒരു പേപ്പറിൽ നമ്മൾ കവർ ചെയ്യുന്നത് കെമിസ്ട്രി പേപ്പറാണ്. അതായത് നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് കോമ്പിനേഷനും അതുപോലെ തന്നെ കെമിസ്ട്രി, ബോട്ടണി, സുവോളജി കോമ്പിനേഷനും എടുത്ത് ലേണേഴ്സിന് വേണ്ടിയിട്ട്. അതിൽ കെമിസ്ട്രി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ വരുന്ന ഒരു പേപ്പറാണ് ഈ അറ്റോമിക് സ്ട്രക്ചർ എന്ന് പറയുന്ന പേപ്പർ. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു പേപ്പർ ആയിരിക്കും. അപ്പം നമ്മൾ ഈ ഒരു ഡോക്യുമെന്റിൽ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സിലബസ് മാപ്പിംഗ് ആണ്. സിലബസ് മാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഇഗ്നോയുടെ സിലബസ് ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ്, ടോപ്പിക് വൈസ് ഒക്കെയാണ് അത് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ ബ്ലോക്ക് വൈസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഏതിലൊക്കെയാണ് ഈ പറഞ്ഞതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബ്ലോക്സ്, അതിൽ മുമ്പ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഏത് ഏരിയയിൽ നിന്നാണ്, പാസ്റ്റ് പേപ്പറിൽ എത്രത്തോളം ഇതിനൊരു റെലവൻസ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും സിലബസ് മാപ്പിംഗ് വഴി നമ്മൾ നോക്കുന്നുണ്ടാവുക. ദെൻ എക്സാം പാറ്റേൺ അനാലിസിസ്. എക്സാം പാറ്റേൺ അനാലിസിസ് എന്ന് പറയുമ്പോഴത്തേക്കും ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് കൂടുതൽ ചോദിച്ചു കണ്ടിരിക്കുന്നത്? മൾട്ടിപ്പിൾ ടൈപ്സ് ആണോ, അല്ലെങ്കിൽ ന്യൂമറിക്കൽസ് ആണോ, അല്ലെങ്കിൽ ചില മെക്കാനിസംസ് ക്വസ്റ്റ്യൻസ് ആണോ? അതിൽ നമ്മൾ എങ്ങനെ ടൈം മാനേജ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് എക്സാം പാറ്റേൺ അനാലിസിസിൽ നോക്കുന്നുണ്ടാവുക. ദെൻ റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഒരുപാട് തവണ ചോദിച്ച ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ ഏതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും റിക്കറിംഗ് ക്വസ്റ്റ്യൻ റിവ്യൂവിൽ നമ്മൾ നോക്കുന്നുണ്ടാവുക. ദെൻ ദ ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻസ്. അതായത് നമ്മളിപ്പം മനസ്സിലാക്കി വെച്ച ഒരു അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് ഏതൊക്കെ ടോപ്പിക്കിൽ നിന്ന് ഏതൊക്കെ പോർഷൻസ് ആണ് കൂടുതലായിട്ട് ചോദിക്കാൻ ഈ ഡിസംബറിൽ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് എന്ന് നമ്മൾ ടോപ്പിക് പ്രെഡിക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. എന്തിനെ ബേസ് ചെയ്തിട്ട്? മുൻകാല ചോദ്യ പേപ്പറുകളുടെ ആ വന്നിരിക്കുന്ന പാറ്റേണിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ നോക്കുന്നുണ്ടാവുക. കഴിഞ്ഞിട്ട് ഒരു മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പർ, ഇതിന്റെ ഏറ്റവും അവസാനം ഒരു മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പറും അതിന്റെ മോഡൽ ആൻസേഴ്സും മാർക്കിംഗ് സ്കീമും നിങ്ങളുടെ ആപ്പിനകത്ത് അവൈലബിൾ ആവുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെയാണ് മെത്തഡോളജി. ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന മെത്തഡോളജി എന്ന് പറയുന്നത് നമ്മുടെ SLMലെ യൂണിറ്റ്സിനെ ബേസ് ചെയ്തിട്ടാണ്. സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ ആയിട്ടുള്ള ഇതിനെ ബേസ് ചെയ്തിട്ടാണ് എക്സാമിനർ എങ്ങനെയാണ് ഏതൊക്കെ പോർഷനാണ് എംഫസിസ് കൊടുത്തിരിക്കുന്നത്, അതിൽ ഏതൊക്കെ ഏരിയാസ് ആണ് നമ്മൾ കൂടുതൽ നോക്കേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നോക്കുന്നത്. ഓക്കെ, so we are moving on to the syllabus mapping by blocks, units and topics with exam relevance. അപ്പൊ അതിനൊരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ടേബിൾ ആണ് കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ ഫസ്റ്റിൽ നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും ബ്ലോക്ക് ആണ് കാണുന്നത്. ഏത് ബ്ലോക്കിൽ നിന്ന് ഏത് യൂണിറ്റ് എന്ന് കാണാനാണ് ആ ബ്ലോക്ക് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഏത് യൂണിറ്റിൽ ഏത് ടോപ്പിക് ആണെന്നുള്ളത് ടോപ്പിക്കിലാണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ദ അപ്പിയറൻസസ് ആൻഡ് ദെൻ ഇസ് ദ റെലവൻസ്. ഓക്കെ, ഓരോ ടോപ്പിക്കിൽ എങ്ങനെയാണെന്നുള്ളത്. ഇപ്പൊ ബ്ലോക്ക് 1ൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലോക്ക് 1ൽ യൂണിറ്റ് 1ലും യൂണിറ്റ് 3ലും ലോ റെലവൻസ് ആണ് കാണുന്നത്. അതായത് ഇതൊരു 3-1 പ്രാവശ്യമൊക്കെയാണ് അപ്പിയർ ചെയ്ത് കണ്ടിരിക്കുന്നത്. ഏതാണ്? നമ്മുടെ ബോർ അറ്റോമിക് മോഡൽ എന്ന് പറയുന്നത്, അതിന്റെ പോസ്റ്റുലേറ്റ്സ്, റേഡിയസ്, എനർജി, ഹീസൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ ലോ ആയിട്ടാണ് ചോദിച്ച് കണ്ടിരിക്കുന്നത്. പക്ഷെ 3-4 പ്രാവശ്യമൊക്കെ 2-3 പ്രാവശ്യമൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പൊ അത് ചോദിച്ചിട്ടുണ്ട്, പക്ഷെ ഭയങ്കര റെലവെന്റ് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇനി ബ്ലോക്ക് 1ലെ ബാക്കി ടോപ്പിക്സ് നോക്കുകയാണെങ്കിൽ യൂണിറ്റ് 2 and 3 നോക്കുകയാണെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്, ഡി ബ്രോഗ്ലിയുടെ ഹൈപ്പോത്തിസിസ്, ക്വാണ്ടം നമ്പേഴ്സ്, ഓർബിറ്റൽ ഷേപ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്വാണ്ടം കെമിസ്ട്രിയിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതും ഇതുപോലെ തന്നെ 3 to 4 ടൈംസ് ഒക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. വീണ്ടും യൂണിറ്റ് 3, 5, 6 ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ, ഏഗൻ വാല്യൂസ്, ഏഗൻ ഫങ്ഷൻസ്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ്, നമ്മുടെ ഹൺസ് റൂള്, പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിള്,
ഓഫ് പ്രിൻസിപ്പിൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയാലും ഇങ്ങനെ തന്നെയാണ്. 3, 4, 2 അങ്ങനത്തെ ടൈം ഒക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ചോദിച്ചിട്ടുണ്ടോ ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ അത് ഒരുപാട് റിലവന്റ് ആണോ ചോദിച്ചാൽ അല്ല എന്നായിരിക്കും നമുക്ക് ഉത്തരം പറയേണ്ടി വരിക. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ഇനി ബ്ലോക്ക് 2 എടുക്കുമ്പോഴും ഇത് തന്നെയാണ്. അയനിക് ബോണ്ട്, ലാറ്റിസ് എനർജി, അയനിക് റേഡിയൈ, സോലബിലിറ്റി, ഇങ്ങനത്തെ കാര്യങ്ങൾ, BSEPR തിയറി, അതിന്റെ ഷേപ്സ്, ലൂയിസ് സ്ട്രക്ചേഴ്സ്, ഫോമൽ ചാർജസ്, ഇലക്ട്രോ നെഗറ്റിവിറ്റി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു 4 പ്രാവശ്യമൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഇറ്റ് ഇസ് ഹാവിങ് എ ലോ പ്രിഫറൻസ്. പക്ഷെ ഇത് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ലോ പ്രിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഇതിപ്പോ എത്ര പ്രാവശ്യമല്ലേ ചോദിച്ചിട്ടുള്ളൂ, നമ്മൾക്ക് ഇത് അങ്ങ് സ്കിപ്പ് ചെയ്തിട്ട് പഠിക്കാം എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. ഇതിലും ലോ ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. അപ്പം എങ്കിലും ഒരു 3-4-5 പ്രാവശ്യം നോക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിന്റെ അപ്പിയറൻസ് ആണ് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈ റെലവൻസിനേക്കാളും. റെലവൻസ്, ഈ ലോ റെലവൻസ്, ഹൈ റെലവൻസ്, മിഡ് ലെവൽ റെലവൻസ് എന്നൊക്കെ നമ്മൾ പറയുന്നത് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഇത് വെച്ചിട്ടാണ്, കണക്ക് വെച്ചിട്ടാണ്. ആ ഒരു കണക്കിനെ ബേസ് ചെയ്തിട്ടാണ് ലോ, ഹൈ എന്നൊക്കെ പറയുന്നത്. 3 പ്രാവശ്യം 4 പ്രാവശ്യം ഒക്കെ ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതും അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ട ഏരിയാസ് തന്നെയാണെന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ബാലൻസ് ബോണ്ട് തിയറി ആയിക്കോട്ടെ, മോളിക്കുലർ ഓർബിറ്റൽ തിയറി ആയിക്കോട്ടെ, കൈറാലിറ്റി ആയിക്കോട്ടെ, എനൻഷ്യോമേഴ്സിനൊക്കെ വന്നിട്ട് ഡിസാസ്റ്റോമേഴ്സ്, എനൻഷ്യോമേഴ്സ്, മീസോമറിസം, ജോമെട്രിക്കൽ ഐസോമറിസം, E/Z വാല്യൂ, സിസ് ട്രാൻസ് ഹൈബ്രിഡൈസേഷൻ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരുന്നത് 2 to 4 ടൈംസ് ഒക്കെയാണ് അത് ചോദിച്ചു കണ്ടിരിക്കുന്നത് സെവറൽ ബ്ലോക്സിലായിട്ട്. ഓക്കെ, വീണ്ടും നമ്മൾ ബ്ലോക്ക് 3 നോക്കുമ്പോൾ ഓപ്റ്റിക്കൽ ബേസിസ്, പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്, ഓപ്റ്റിക്കൽ ആക്ടിവിറ്റി, കോൺഫിഗറേഷൻ, ഫിഷർ പ്രൊജക്ഷൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, സൈക്ലോഹെക്സേന്റെ ചെയർ ആൻഡ് ബോർഡ് സ്ട്രക്ചർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞതുപോലെ തന്നെ 1, 2, 3 ഒക്കെ ആയിട്ടൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ആ ഒക്കറൻസ് നിങ്ങൾ നോക്കിയാൽ മതി. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ലോ ഒക്കറൻസിൽ വരുന്നതാണ് ബ്ലോക്ക് 4 വരെയും പറയുന്നത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിലെല്ലാം ലോ പ്രിഫറൻസ് എന്നാണ് കൊടുത്തിരിക്കുന്നത് എന്നുണ്ടെങ്കിലും നമ്മൾ ഈ പറഞ്ഞതുപോലെ 4 പേപ്പേഴ്സ് ആണ് നമ്മൾ ടോട്ടൽ PYQ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്. 4 പേപ്പേഴ്സ് ആണ് എടുത്തിരിക്കുന്നത്. ആ 4 പേപ്പേഴ്സിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ബ്ലോക്കിന്റെ റെലവൻസ് എന്താണ്. ബ്ലോക്ക് 1ഉം ബ്ലോക്ക് 2ഉം നിൽക്കുന്ന ഒരു റേഞ്ച് കണ്ട, അതായത് 21% അല്ലെങ്കിൽ 21% അല്ലെങ്കിൽ ആ ഒരു അത്രയും പ്രപ്പോർഷൻ ആണ് ബ്ലോക്ക് 2ൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ 18% ക്വസ്റ്റ്യൻസ് ബ്ലോക്ക് 1ലും വന്നിട്ടുണ്ട്. അപ്പൊ ബ്ലോക്ക് 1ഉം ബ്ലോക്ക് 2ഉം ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലായില്ലേ. പിന്നെയും ലീസ്റ്റ് ഇമ്പോർട്ടൻസ് നമുക്ക് പറയാനുള്ളത് ബ്ലോക്ക് 4 മാത്രമാണ്. ഇതെല്ലാം റിലേറ്റീവ്ലി സെയിം എമൗണ്ട് ആണ്. അതിനാണ് ഈ ബാർ ഗ്രാഫ് എന്ന് പറയുന്ന ഒരു സംഭവം നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു ഹീറ്റ് മാപ്പ് ആണ്. ഹീറ്റ് മാപ്പ് എന്ന് പറയുമ്പോൾ ഈ ഏരിയ കൊടുത്തിരിക്കുന്നത്, ഈ ഒരു വെർട്ടിക്കൽ ഏരിയ കൊടുത്തിരിക്കുന്നത് ബ്ലോക്സ് ആണെങ്കിൽ ഈ ഏരിയ യൂണിറ്റ് ആണ്. അപ്പൊ ഇതിനകത്ത് കളർ കൂടുന്തോറും ഫ്രീക്വൻസി കൂടി എന്നാണ് അർത്ഥം. അപ്പൊ നമ്മൾ ഇതിനകത്ത് നോക്കുമ്പോഴത്തേക്കും ഈ ബ്ലോക്കില് എന്താ പറയാ, യൂണിറ്റ് 3, അതായത് ബ്ലോക്ക് 1ലെ യൂണിറ്റ് 3 ഒക്കെ വരുമ്പോഴത്തേക്കും ഒരു ലൈറ്റർ ഷെയ്ഡ് ആണ് വരുന്നത് ക്വസ്റ്റ്യന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ആ രീതിയിലായിരിക്കും ഇതിലെ ക്വസ്റ്റ്യൻസ് ഹീറ്റ് മാപ്പ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ആ കൗണ്ട് നിങ്ങൾ നോക്കേണ്ടതായിട്ടുള്ള ഇതാണ്. ഡാർക്കർ റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ കമ്പാരിറ്റീവ്ലി ഡാർക്കർ റീജിയൻ എന്ന് പറയുമ്പോൾ എന്താണ്, അതൊക്കെ കുറച്ചും കൂടെ ഹൈ റെലവൻസ് ഉള്ള ടോപ്പിക് ആണ് എന്നുള്ളതാണ്. അതൊരു ഹീറ്റ് മാപ്പ് റെപ്രസെന്റേഷൻ ആണ്. ഓക്കെ, ഇനി ടോപ്പ് 3 ഹൈ ഈൽഡ് ആയിട്ടുള്ള എന്താ പറയാ ബ്ലോക്ക് എന്ന് പറയുന്ന അതിനകത്ത് നിന്ന് വന്ന ക്വസ്റ്റ്യൻസ്, അതായത് ബ്ലോക്ക് 1 and 2 ആണല്ലോ നമ്മൾ ഇത്രയും നേരം മനസ്സിലാക്കിയത് വെച്ച് ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത്. ക്വാണ്ടം നമ്പേഴ്സും ഓർബിറ്റൽ ഷേപ്പും 4 തവണ അത് അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഫ്രീക്വന്റ്ലി പെയർഡ് വിത്ത് ഷോർട്ട് ആൻസർ ഓർ ഹൈ ആക്യുറസി ഐറ്റംസ്. ഷോർട്ട് ആൻസർ ടൈപ്പിന്റെ കൂടെയൊക്കെയാണ് അത് വരുന്നത്. പിന്നെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, നമ്മുടെ ഹൺസ് റൂള്, പോളീസ് റൂള്, അനോമലീസ്, അതും 4 തവണ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പീരിയോഡിക് ആൻഡ് അയനിക് ട്രെൻഡ് എന്ന് പറയുന്നത് അത് കൺസെപ്ച്വൽ ആയിട്ടും റീസണിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലും ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ടൈപ്പ് ഏരിയ എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് 3 to 4 ബ്ലോക്കിലേറ്റും കുറച്ചും കൂടെ ടോപ്പ് ഹീൽഡ് ആയിട്ട് നമുക്ക് തോന്നുന്നത് അരോമാറ്റിസിറ്റി, പിന്നെ അതുപോലെ തന്നെ ഹക്കൽ ഡെഫിനിഷൻസും ആണ്. അതിനെ ഹക്കൽ ഡിബൈറ്റ് തിയറി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതായത് റൂൾ ബേസ്ഡ് ആയിട്ടുള്ള ജസ്റ്റിഫിക്കേഷൻസ് തരാൻ വേണ്ടിയിട്ട് ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള കൺസെപ്ഷ്യൽ ആണ് ചോദിച്ചാൽ ആണ്, കൺസെപ്ഷ്യൽ ആണ്. പക്ഷെ ഈ പറഞ്ഞതുപോലെ ജസ്റ്റിഫിക്കേഷൻ കൊടുക്കേണ്ടതാണ്. വെദർ ഇറ്റ് ഈസ് യെസ് ഓർ നോ എന്നുള്ളതല്ല,
അതിൽ ഒരു ജസ്റ്റിഫിക്കേഷൻ നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ജിയോമെട്രിക്കൽ ഐസോമറിസം, അതായത് 3 പ്രിസൈസ്ലി പ്രയോറിറ്റി റൂൾസ് അനുസരിച്ചിട്ട് റിവാർഡ് പ്രാക്ടീസ് ഒക്കെ നമ്മൾ ചെയ്യേണ്ടതാണ്. പിന്നെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് RBS, ഫിഷർ, റെസല്യൂഷൻ, ഇതൊക്കെ സ്റ്റേപ്പിൾ സ്കിൽസ് ആണ്. പാർട്ട് ബിയില് സ്റ്റേപ്പിൾ സ്കിൽസ് ആയിട്ട് ചോദിക്കുന്നത്. പാർട്ട് ബി എ പാർട്ടും ബി പാർട്ടും ഉണ്ടാവില്ല. അപ്പൊ ബി പാർട്ടിലൊക്കെ നമ്മൾ അങ്ങനെ ചോദിച്ചു കണ്ടിട്ടുണ്ട് 3 പ്രാവശ്യം. ഓക്കെ. ഇനി കോംപ്രിഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ്, അതായത് ജനറൽ കൺസെപ്ഷ്യൽ ആയിട്ടുള്ളത് ഷോർട്ട് റീസണിങ് ആയിക്കോട്ടെ, ഡെഫിനിഷൻ ആയിക്കോട്ടെ, അതിന്റെ എക്സ്പ്ലനേഷൻ ആയിക്കോട്ടെ, കൺസെപ്റ്റ് നിങ്ങൾക്ക് ഒരു സബ്ജക്ട് മനസ്സിലായിട്ടുണ്ടോ, ഒരു ടോപ്പിക് മനസ്സിലായിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കൺസെപ്ഷ്യൽ ക്വസ്റ്റ്യൻസ്. അത് വേണമെങ്കിൽ ഷോർട്ട് റീസണിങ് ആയിരിക്കാം, ഡെഫിനിഷൻ ആയിരിക്കാം, എക്സ്പ്ലനേഷൻ ആയിരിക്കാം. അതിനൊരു 1-3 മാർക്സ് ഒക്കെ വരുന്നുള്ളൂ. ഒരു മീഡിയം, അതായത് ഒരു 2 മാർക്കിന്റെ ഒക്കെ ഒരു ക്വസ്റ്റ്യൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. ഒരു 30 to 60 വേർഡ്സും ഒരു ഡയഗ്രാം ചോദിച്ചു കഴിഞ്ഞാൽ അതും കൂടെ എഴുതി കഴിഞ്ഞാൽ ആയി. അത്യാവശ്യം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതാണ് അതിന്റെ ഒരു ലെങ്ത് പറയുന്നത്. നിങ്ങൾ ലെങ്ത്തിനെ പറ്റിയിട്ട് വിടൂ, അതായത് വേർഡ് കൗണ്ട്സ് നിങ്ങൾ വിടൂ, അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഇമ്പോർട്ടന്റ്. നിങ്ങൾ ഒരുപാട് വേർഡ്സ് എഴുതി വെച്ചത് കൊണ്ട് കാര്യമില്ല. അപ്പൊ നിങ്ങളോട് ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. സേ ഇപ്പം നമ്മുടെ മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയുടെ എന്തെങ്കിലും റെലവൻസിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയെ പറ്റി നിങ്ങൾ ഒരുപാട് എഴുതി എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. അതിൽ പെർട്ടിക്കുലർ ആയിട്ടുള്ള ആ ടോപ്പിക് സെലക്ട് ചെയ്ത് ടെക്സ്റ്റ് ബുക്കിലെ സെന്റൻസസ് കൂടുതൽ എഴുതാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ കൺസെപ്ഷ്യൽ എക്സ്പ്ലനേഷൻ ടൈപ്പ്, നമ്മുടെ ലോസ് നെയിം ചെയ്യാൻ വേണ്ടിയിട്ട് റൂൾസ്, കമ്പാരിസൺസ്, അതിനൊക്കെ ഓരോ ഫോർമുല അല്ലെങ്കിൽ ഒരു റൂൾ ആയിട്ട് വരും. അത് 2 to 3 മാർക്സ് ആണ്. പിന്നെ അടുത്തത് ഡയഗ്രാം, സ്ട്രക്ചർ, പ്രൊജക്ഷൻ, അതായത് VSEPR തിയറി, നമ്മുടെ മോളിക്കുലാർ ഓർബിറ്റൽ തിയറി, ഇതിനൊക്കെ ലേബിൾഡ് ആയിട്ടുള്ള ഒരു ഡയഗ്രാം ഉണ്ട് വെച്ചാൽ അത്രയും നല്ലതാണ്. അതൊരു 3 to 5 ലേബിൾസ് ഒക്കെ വന്നിട്ടുള്ള, അതിനായാലും 1 to 2 മാർക്സ് ഒക്കെയാണ് അതിന് വരുന്നത്. പിന്നെ ഓർഗാനിക് റിയാക്ഷന്റെ പ്രൊഡക്റ്റ്, ചിലപ്പോൾ നിങ്ങൾക്ക് LHS തന്നിട്ട് RHS പ്രൂവ് ചെയ്യാനായിരിക്കും തരുന്നുണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ടായിരിക്കും തരാം. ഇന്ന സംഭവം ഇന്നതിന്റെ കൂടെ റിയാക്ട് ചെയ്തപ്പോൾ എന്താണ് അതിന്റെ ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഇക്വേഷൻ എഴുതേണ്ടത്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നിങ്ങൾ കെമിസ്ട്രിയിലെ എന്ത് ഇക്വേഷൻ എഴുതുമ്പോൾ മേക്ക് ഇറ്റ് എ ബാലൻസ്ഡ് ഇക്വേഷൻ. ഓക്കെ, ബാലൻസ്ഡ് ആയിട്ടുള്ള ഇക്വേഷൻ ആയിരിക്കും നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ ഉണ്ടാവുക. നിങ്ങൾ അപ്പൊ തോന്നിയ മാതിരി CH3 CH2 OH plus CO2 എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ട് കാര്യമില്ല. ബാലൻസ്ഡ് ആയിട്ടുള്ള ഇക്വേഷൻ എഴുതാനായിട്ട് നോക്കുക. കാരണം പ്രിസൈസ് മാർക്സ് ആണ്. 1 to 3 മാർക്സ് ഒക്കെ വരുന്ന കാര്യത്തിന് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ കറക്റ്റ് ആൻസർ എഴുതില്ല എന്നുണ്ടെങ്കിൽ ഡോണ്ട് എക്സ്പെക്ട് ദം ടു ഗിവ് യു ഹാഫ് മാർക്സ്. ഓക്കെ, അങ്ങനെ ഹാഫ് മാർക്ക് ഒന്നും ഇട്ട് തരേണ്ട ഒരു ഇതില്ല. കറക്റ്റ് ആണോ ഫുൾ മാർക്ക്, അല്ലേ തെറ്റി, അത്രേ ഉള്ളൂ. മനസ്സിലായോ? അതായത് ഈവൻ ഒന്നും അറിയാത്ത ഒരാള് നമ്മള് ആൻസർ ഷീറ്റും ഇതും വെച്ച് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും കറക്റ്റ് ആവുന്ന രീതിയിൽ വേണം നിങ്ങൾ ഇത് എഴുതാനായിട്ട്. അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ലല്ലോ ഇക്വേഷൻ ബാലൻസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അങ്ങനെ പിന്നെ ന്യൂമറിക്കൽ കാൽക്കുലേഷൻ, നമ്മുടെ അയണിക് പെർസെന്റേജ്, ബോണ്ട് ഓർഡർ, പിന്നെ V വാല്യൂ, ലാംഡ വാല്യൂ, ഇതൊക്കെ അത് എന്താ പറയാ, അതിനിപ്പോ വേർഡ് കൗണ്ട് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നിങ്ങൾ വേണമെങ്കിൽ ന്യൂമറിക്കൽ ലെങ്തി ആയി ചെയ്തോളൂ, എങ്ങനെ ചെയ്തോളൂ. മാക്സിമം കിട്ടാൻ പോകുന്ന മാർക്ക് 2 to 3 മാർക്സ് നിങ്ങൾക്ക് കിട്ടാനുള്ളൂ. പിന്നെ സ്റ്റീരിയോ കെമിസ്ട്രിന്ന് കോൺഫിഗറേഷൻസ്, മീസോ സ്ട്രക്ചർ, അങ്ങനത്തെ പീരിയോഡിസിറ്റി, ഓർഡർ, അതിന്റെയൊക്കെ ഡ്രോയിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ്. ഫ്രീ ഹാൻഡ് ഡ്രോയിങ് ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ആർട്ടിസ്റ്റുകൾ വരയ്ക്കുന്ന പോലെ അവിടെ ഇവിടെ ഇങ്ങനെ കുത്തിക്കോറി ഇടുന്നതിനെ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഈ മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയുടെ ആണെങ്കിലും ആ ഓർബിറ്റ്സ് വൃത്തിയിൽ വരയ്ക്കുക എന്നുള്ളതാണ്. അത്ര മാത്രമേ അതിനകത്ത് ചോദിക്കുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ അത് കുറച്ചും കൂടെ നന്നായി വരച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതിൽ പറഞ്ഞിട്ട് കാര്യമില്ല. പെൻസിൽ എടുത്ത് ബോർഡർ ഒക്കെ വരയ്ക്കണം എന്നല്ല പറയുന്നത്. ഫ്രീ ഹാൻഡ് ഡ്രോയിങ്ങിൽ പോവരുത്. എന്തെങ്കിലും എഴുതി വെക്കുന്നതിനും പകരം ആ ഒരു സ്ട്രക്ചർ വൃത്തിയായിട്ട് നെയിം ചെയ്യാനായിട്ട് നോക്കുക. അറ്റ്ലീസ്റ്റ് ആ സ്ട്രക്ചർ കാണുമ്പോഴെങ്കിലും നിങ്ങൾക്ക് ഐഡിയ മനസ്സിലായി എന്നുള്ളത് മറ്റൊരാൾക്ക് അറിയണ്ടേ. അങ്ങനെ ഓക്കെ. പിന്നെ ക്വസ്റ്റ്യൻ ഫോർമാറ്റ് എന്ന് പറയുന്നത് ജനറൽ കൺസെപ്ഷ്യൽ ക്വസ്റ്റ്യൻസ് ആണ് എന്നുണ്ടെങ്കിൽ അതിന് ഹൈ ഫ്രീക്വൻസി ആണ് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അതായത് ഡെഫിനിഷനോ ഡിസ്റ്റിങ്ഷനോ ഇപ്പം വിച്ച് ഇസ് ബെറ്റർ, മോളിക്കുലാർ ഓർബിറ്റൽ തിയറി ആണോ VSEPR തിയറി ആണോ എന്ന് ചോദിക്കുമ്പോൾ രണ്ടും എന്താണെന്ന് എഴുതുന്നതിനേക്കാൾ കൂടുതൽ അതിന്റെ ഡിസ്റ്റിങ്ഷൻ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ സ്കെച്ചസ് ഒക്കെ കൊടുത്തിട്ട്. പിന്നെ കൺസെപ്ഷ്യൽ അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ ടൈപ്പ് ആകുമ്പോഴത്തേക്കും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നോക്കുക. ഹൺ വേഴ്സസ് എഫ്ബോ, അതുപോലെ IEA ട്രെൻഡ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ കുറച്ചും കൂടെ ടൈറ്റ് പാരഗ്രാഫ്സ് നിങ്ങൾ എഴുതാനായിട്ട് നോക്കുക. പാരഗ്രാഫിനേക്കാൾ കൂടുതൽ പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കുക. നിങ്ങൾ പറയുന്ന ഓരോ പോയിന്റ്സ് വേണമെങ്കിൽ പെൻസിൽ വെച്ച് അണ്ടർലൈൻ ചെയ്താലും അത്രയും നല്ലതാണ്. അപ്പൊ ആ പോയിന്റ്സ് കുറച്ചും കൂടെ ഹൈലൈറ്റഡ് ആയിട്ട് നിൽക്കുമല്ലോ. അതിനുവേണ്ടി സമയം കളയാനല്ല പറയുന്നത്, ബട്ട് സ്റ്റിൽ അങ്ങനെ 2020-22 to 2025 വരെയുള്ള ആ ഒരു ഫോർമാറ്റ് നോക്കിയിട്ടാണ് നമ്മളിത് പറയുന്നത്.
പിന്നെ ഡയഗ്രാം ടൈപ്പ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയുടെ ഡയഗ്രാം, ഹ്യൂമൻ, സീ ഹോഴ്സ്, ഫിഷർ, അതിന്റെയൊക്കെ ഡയഗ്രാംസ് അതൊക്കെ ലേബൽ ചെയ്യാനായിട്ട്, അതായത് ഒരു ഫിഗർ തന്നിട്ട് ലേബൽ ചെയ്യുന്നുള്ളതല്ല, ഒരു ക്വസ്റ്റിന്റെ കൂടെ അഡ്ജോയിനിങ് ആയിട്ടൊക്കെ ചോദിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഓർഗാനിക് റിയാക്ഷന്റെ പ്രോഡക്ട്സ്, അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കീ ആയിട്ടുള്ള ബാലൻസ്ഡ് ഇക്വേഷൻ എഴുതാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പൊ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, മൊത്തത്തിലുള്ള ലാസ്റ്റ് 5 സെഷന്റെ മൊത്തത്തിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ, ബ്ലോക്ക് 2 ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ എന്ന് പറയുന്നത് 35% കൂടുതൽ ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പൊ അത്രയും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങൾ നോക്കുമ്പോ നേരത്തെ നമ്മൾ കണ്ടത്, ഇതിനകത്ത് ഈ ഹീറ്റ് മാപ്പിനകത്ത് കണ്ടത് ബ്ലോക്ക് 2 നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ബ്ലോക്ക് 1 നിന്നും അത്യാവശ്യം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിനകത്തൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ഏതെന്നൊക്കെയാണ്, നമ്മുടെ ബ്ലോക്ക് 2 നിന്നും ബ്ലോക്ക് 1 നിന്നും തന്നെയാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ചിലപ്പോൾ റെലവെന്റ് ആയിട്ടുള്ള ബ്ലോക്കിൽ നിന്ന് ആവണമെന്നില്ല മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്നത്. ഇത് പക്ഷേ രണ്ടും സെയിം തന്നെയാണ്. ബ്ലോക്ക് 1ഉം 2 ഒക്കെ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 35 അല്ലെങ്കിൽ 31%, അതായത് പാസ് മാർക്കിലേക്ക് എത്താനുള്ള രീതിയിലുള്ളത് ബ്ലോക്ക് 1 നിന്നും ബ്ലോക്ക് 2 നിന്നാണ് ചോദിച്ചു കണ്ടിരിക്കുന്നത്. എന്ന് വിചാരിച്ചാൽ നിങ്ങൾ ബ്ലോക്ക് 3ഉം ബ്ലോക്ക് 4ഉം നെഗ്ലക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ, നിങ്ങളിപ്പോ ഒരു 50%, 60% ഒക്കെ എയിം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഇതിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം എന്താണ്, ഇതിന് ഇത്ര പെർസെന്റേജ് മാർക്ക് ആഡ് ഓൺ ആയി വരുമ്പോഴത്തേനും നിങ്ങളുടെ ഓവറോൾ പെർസെന്റേജ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് പാസ് ആവാനുള്ള മാർക്ക് ബ്ലോക്ക് 1 നിന്നും ബ്ലോക്ക് 2ഉം പഠിച്ചു കഴിയുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട്. പാസ് മാർക്കിനേക്കാൾ കുറച്ചും കൂടെ മുകളിൽ, ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയുന്ന കാര്യമാണ്, പാസ് ആവുന്നതിനേക്കാൾ കൂടുതൽ ഒരു 50 to 60% എപ്പോഴും എയിം ചെയ്യുക. അതിന് കുറച്ചും കൂടെ ഹെൽപ്പ് ചെയ്യുന്ന 2 ബ്ലോക്സ് ആണ് ഇത്. വലിയ ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല. ഒന്ന് ഇരുന്ന് പഠിച്ചാൽ തീരാവുന്ന ടോപ്പിക്സ് ഇതിനകത്ത് വരുന്നുള്ളൂ. ഓക്കെ, ഇതാണ് അതിന്റെ ഒരു ട്രെൻഡും കാര്യങ്ങളൊക്കെ. ഡിസംബർ 2022, ജാനുവരി 2023, ജൂൺ 2024, ഡിസംബർ 2024, ജൂൺ 2025, അങ്ങനെ 5 സെഷൻസിൽ വന്നിട്ടുള്ള ആവറേജ് മാർക്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ കാണാൻ 31-35% ആണ് ഈ ടോട്ടൽ മാർക്സിൽ നിന്നുള്ള അതിന്റെ കോൺട്രിബ്യൂഷൻ. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആണെന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഇതൊരു ഇപ്പം ഇവിടെ കൊടുത്തിട്ടില്ലേ, ഈ ഒരു ഡാറ്റ വെച്ചിട്ടുള്ള ഒരു ഗ്രാഫ് ആണിത്. ഓക്കെ, ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ജനറൽ കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അതിന്റെ ട്രെൻഡ് ഇങ്ങനെ കൂടി കുറഞ്ഞൊക്കെയാണ് വരുന്നത്. എന്നാൽ ഓർഗാനിക് റിയാക്ഷൻ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ അതൊരു സ്റ്റഡി ട്രെൻഡ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഡയഗ്രാംസ് ആൻഡ് സ്ട്രക്ചർ. ഇത് രണ്ടും, അതായത് ഓർഗാനിക് റിയാക്ഷനും ഡയഗ്രാം പ്രൊജക്ഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട്. ബാക്കിയുള്ളതിനൊക്കെ ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ജനറൽ കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസും എക്സ്പ്ലെയിൻ ഡെഫിനിഷൻ ക്വസ്റ്റ്യൻസും ഇപ്രാവശ്യം വരും എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇത് ഒരു സെയിം ട്രെൻഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, കൂടി കുറഞ്ഞ് അങ്ങനെ. ആ ഒരു ഒരുപാടില്ലെങ്കിലും അത് ഒരു സ്റ്റഡി ട്രെൻഡ് അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അതിന്റെ പാറ്റേൺ അനാലിസിസ് ആണ് ഇവിടെ പറയുന്നത്. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലെൻവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഇനി റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. കൺസ്ട്രക്ട് a Lewis structure and predict the molecular shape using DSCPR theory. 9 തവണ ചോദിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ ട്ടോ. 9 തവണ ചോദിച്ചിട്ടുണ്ട്. കമ്പയർ അയണൈസേഷൻ എനർജീസ് അക്രോസ് പെരിഡ്സ് ഗ്രൂപ്പ്സ് വിത്ത് റീസൺസ്. അക്രോസ് ദ ഗ്രൂപ്പും ഡൗൺ ദ ഗ്രൂപ്പും അയണൈസേഷൻ എനർജിക്ക് എന്ത് സംഭവിക്കും? നമ്മുടെ ഇത് പീരിയോഡിക് ടേബിളിന്റെ ട്രെൻഡ്സിൽ അയണൈസേഷൻ എനർജിയുടെ മാത്രമായിട്ട് 7 തവണ ചോദിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് ഓഫ് പ്രിൻസിപ്പിൾ, ഹൺസ് റൂൾ ആൻഡ് പോളീസ് എക്സ്ക്ലൂഷൻ അപ്ലൈ ടു ദ അനോമലസ് കോൺഫിഗറേഷൻസ്. ഇത് ചിലപ്പോൾ സെപ്പറേറ്റ് ആയിട്ടായിരിക്കും ചോദിച്ചിട്ടുണ്ടാവട്ടെ. ചിലപ്പോൾ സ്റ്റേറ്റ് ഓഫ് പ്രിൻസിപ്പിൾ, സ്റ്റേറ്റ് ഹൺസ് റൂൾ, സ്റ്റേറ്റ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, അങ്ങനെ ഇത് മൊത്തത്തിൽ 7 തവണ. ഇങ്ങനെയുള്ള ഈ കോമ്പിനേഷൻ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ 7 തവണ ചോദിച്ചിട്ടുണ്ട്. പിന്നെ അസൈൻ R/S കോൺഫിഗറേഷൻ യൂസിങ് ക്യാൻ ഇൻകോൾ പ്രീലോഗ് പ്രയോറിറ്റീസ്, അതും 7 തവണ ചോദിച്ചിട്ടുണ്ട്. ടെസ്റ്റ് അരോമാറ്റിസിറ്റി, ആന്റി അരോമാറ്റിസിറ്റി യൂസിങ് ഹക്കിൾസ് റൂൾ വിത്ത് റീസണിങ്. അപ്പൊ ഹക്കിൾസ് റൂളും ഡിഫൈൻ ചെയ്യണം. എന്തിന്? അരോമാറ്റിസിറ്റിക്ക്. അരോമാറ്റിക് കോമ്പൗണ്ട്സിന്റെ ഇതിനെ യൂസ് ചെയ്തിട്ട് അത് പറയാൻ വേണം. അതിന്റെ റീസണും നിങ്ങൾ പറയണം. അത് 6 times.
order acids, bases, and justify using inductive resonance and hybridization effect. Hybridization, sp3 hybridization, sp2 hybridization എന്നൊക്കെ പറഞ്ഞിട്ട് 5 തവണയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. List the 4 quantum numbers, assign the valid n, l, m for the stated orbital. അതും 5 തവണ ചോദിച്ചിട്ടുണ്ട്. Okay. Draw the major resonance forms and comment on the charge delocalization. ഓക്കെ, നൈട്രേറ്റിന്റെ, എസൈഡിന്റെ, സൈനേറ്റിന്റെ ഒക്കെ ആ ഡീലോക്കലൈസേഷൻ, ആ റെസൊണൻസ് ഫോംസ് വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ അത് കണ്ടിട്ടുണ്ടാവും. അതൊക്കെയാണ് അതിനകത്ത് ചോദിക്കുന്നത്. പിന്നെ കമ്പയർ സ്റ്റെബിലിറ്റി ഓർ റിയാക്ടിവിറ്റി ഓഫ് കാർബോകാറ്റയോൺസ്, കാർബാനയോൺസ് ആൻഡ് റാഡിക്കൽസ്. ആ ഒരു നമുക്ക് ഈ ട്രാൻസ്ഫോർമേഷൻ കാർബാനയോൺസിന്റെയും കാർബോകാറ്റയോൺസിന്റെയും റാഡിക്കൽ, ഫ്രീ റാഡിക്കൽ മെക്കാനിസം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയുന്നില്ലേ, ആ ഒരു ഏരിയയിൽ വരുന്ന അതിന്റെ കമ്പാരിസൺ ആയിട്ടാണ് ചോദിക്കുന്നത്. പിന്നെ നമ്മുടെ ഐൻസ്റ്റീന്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷനും അതിന്റെ ഒരു നീറ്റ് സ്കെച്ചും അതൊരു 4 തവണ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ വളരെ രസകരമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ലൈറ്റ് വന്ന് വീഴുമ്പോ ഇലക്ട്രോൺ ചാടി പോകുന്നു എന്ന് പറയുന്ന ഒരു സംഭവം ചോദിച്ചു കണ്ടിട്ടില്ല. പിന്നെ ഇതാണ് ഫ്രീക്വൻസി ടേബിള്. എത്ര തവണ ഇപ്പൊ നേരത്തെ പറഞ്ഞ കാര്യങ്ങളുടെ ഫ്രീക്വൻസി ടേബിള്, അതിൽ നിന്ന് ആവറേജ് എത്ര മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളത്. ഇത്ര മാർക്കൊക്കെയാണ് ഏറ്റവും ഇപ്പൊ കമ്പാരിറ്റീവ്ലി കൂടുതൽ മാർക്ക് ഏതാണ്? 4 മാർക്ക് കിട്ടുന്നത് ഡ്രോ ദ മേജർ റെസൊണൻസ് ഫോം ആൻഡ് കമന്റ് ഓൺ ദ ചാർജ് ഡീലോക്കലൈസേഷൻ ഓഫ് കോമൺ അയോൺസ് എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് 2 അപ്പോഴും ബ്ലോക്ക് 2 തന്നെയാണോ മാർക്ക് കൂടുതൽ വരുന്നത്. യൂണിറ്റ് 8 അത് വരുന്നുണ്ട്. പിന്നെ 2 മാർക്സ് ഓസോണോലിസിസ് products to deduce the structure of the parent alkene to or alkyne എന്ന് പറയുന്നത്. അതും ഒരു 3 മാർക്ക് 2.5 മാർക്കൊക്കെ വെച്ചിട്ട് വരുന്നുണ്ട്. പിന്നെ 4 മാർക്കിൽ വരുന്നത് എന്താണ്? അറ്റോമിക് തിയറി, മെയിൻ പോസ്റ്റ്ലേറ്റ്സ് ഓഫ് ബോർ അറ്റോമിക് തിയറി എന്ന് പറയുന്നതിന്റെ അത്യാവശ്യം മാർക്ക് വരുന്നുണ്ട്. ഇതാണ് ആ സബ് ടോട്ടൽ വരുന്നത്. അതായത് റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് 68% ആണ് റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. അല്ലാത്ത ക്വസ്റ്റ്യൻസ് 31% ആണ്. അപ്പൊ അതുകൊണ്ട് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് ചോദിക്കാനുള്ള ചാൻസസ് 5 തവണയുള്ള പേപ്പർ, 4 തവണയുള്ള പേപ്പറിന്ന് റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചു കണ്ടിരിക്കുന്നത്. അപ്പം ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നും പഠിച്ചിട്ടില്ല എന്തെങ്കിലും ചെയ്ത് എക്സാമിന് പാസ് ആവണമെന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ എന്ത് ചെയ്യണം? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് വെച്ചിട്ട് അതങ്ങ് പ്രാക്ടീസ് ചെയ്യും. അതങ്ങ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 68% അത്രയും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പിന്നെ അതർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ അഡ്ജോയിനിങ് ആയിട്ട് കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയും കൂടെ ചെയ്യും. അതും കൂടെ ഒന്നായിട്ട് പാസ് ആവാനുള്ള രീതിയിലേക്ക് എത്തും. പാസ് ആവുന്നതല്ല ഇമ്പോർട്ടൻറ്റ്, കുറച്ചും കൂടെ നല്ല മാർക്ക് വാങ്ങിക്കുന്നത് തന്നെയാണ്. ബട്ട് രണ്ടും പറയണല്ലോ, അതും പറയണം ഇത് പറയണം എന്നുള്ള രീതിയിൽ രണ്ടും ഉള്ള രീതിയിൽ നോക്കുമ്പോഴത്തേക്കും റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ട് വരുന്നത്. ഇനി ഒരു സ്ട്രാറ്റജിക് ആയിട്ട് നിങ്ങൾ എങ്ങനെ പ്ലാൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നിങ്ങൾ ഡയഗ്രാംസ് വരച്ച് പഠിക്കുക, എഴുതി ഇക്വേഷൻസ് എഴുതി പഠിക്കുക. ഇക്വേഷൻസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഓർഗാനിക് ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ എഴുതി പഠിക്കുക. അതുപോലെ തന്നെ VSEPR തിയറി, മോളിക്കുലർ ഓർബിറ്റൽ തിയറി, RBIS മെത്തേഡ്സ്, ഇതെല്ലാം ഒരു എസ്സേ പോലെ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ആൻസറിന്റെ പാകത്തിന് നിങ്ങളുടെ രീതിക്ക് എഴുതി പഠിക്കാനായിട്ട് നോക്കുക. കാരണം എപ്പം നിങ്ങൾ എഴുതിയാലും കുറച്ച് പോയിന്റ്സ് എപ്പോഴും കുറവായിട്ടായിരിക്കും വരുന്നുണ്ടാവുക. എക്സാമിന് നമ്മളിപ്പോ 10 പോയിന്റ് പഠിച്ചു പോയ ഒരു 5 എണ്ണേ നമുക്ക് ഓർമ്മ വരുള്ളൂ. അപ്പൊ കൂടുതലായിട്ട് എഴുതി പഠിക്കുക. EST ഒക്കെ റെഫർ ചെയ്താൽ നല്ലതാണ്. അതിനകത്ത് ക്വസ്റ്റ്യൻ ആൻസർ ഫോർമാറ്റിൽ ആണല്ലോ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ EST ഒക്കെ നോക്കിയിട്ട് പഠിക്കാനായിട്ട് നോക്കുക. അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് തന്നെ വെച്ച് പഠിച്ചാലും മതി. EST നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എങ്ങനെ വരും എന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് EST ഒന്ന് റെഫർ ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞു എന്നുള്ളൂ. പിന്നെ ടോപ്പിക് പ്രോബബിലിറ്റി ഈ ഒരു ഇതിൽ വരുമ്പോഴത്തേക്കും ഏതൊക്കെ യൂണിറ്റില് ടോപ്പിക് ഇനി നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യാണ്. ഓക്കെ, എങ്ങനെയാണെന്നുള്ളത്. ബ്ലോക്ക് 1 ക്വാണ്ടം ആൻഡ് ഷ്രോഡിഞ്ചർ ഏഗൻ വാല്യൂസ് ആൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് 57% ആണ്. അതായത് ഒരു മീഡിയം പ്രോബബിലിറ്റി ആണ് അതിന് വരുന്നത്. ഇനി നെക്സ്റ്റ് യൂണിറ്റ് 2 വരുന്ന ബോൺ പോളാരിറ്റി, അതുപോലെ തന്നെ ഫജാൻസ് റൂൾ എന്നൊക്കെ പറയുന്നതിനും മീഡിയം പ്രോബബിലിറ്റി ആണ്. കോൺഫിഗറേഷൻ, ആസിഡ് ബേസ് സ്ട്രെങ്ത്, അതുപോലെ തന്നെ അതിന്റെ ഹൈപ്പർ കോൺജുഗേഷൻ, ടോട്ടോമറിസം, ഇതെല്ലാം മീഡിയം ആയിട്ടുള്ള ഒരു പ്രോബബിലിറ്റി ആണ് കാണുന്നത്. ഇതൊക്കെ അത്യാവശ്യം 57% എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല, മോർ ദാൻ 50% അല്ല, മോർ ദാൻ 50% എന്ന് പറയുമ്പോൾ അത്രയും പ്രോബബിലിറ്റി ആണ്. അറൌണ്ട് 60%. ഇതിനെല്ലാം മീഡിയം പ്രോബബിലിറ്റി ആണ് വരുന്നത്. ഓക്കെ, ഇപ്പം കണ്ടോ, ഇതെല്ലാം മീഡിയം പ്രോബബിലിറ്റിയിൽ വരുന്നതാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ, അതായത് നേരത്തെ നമ്മൾ കണ്ടില്ലേ ലോ റെലവൻസ് എന്ന് പറഞ്ഞാൽ, അതും ഇതിനകത്ത് വരുന്നുണ്ട്. ആ ഒരു കാര്യം ലോ റെലവൻസിൽ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ ഏറ്റവും ഹൈ റെലവൻസ് ആയിട്ട് ക്വാണ്ടം നമ്പേഴ്സ്, ഓർബിറ്റൽ ഷേപ്സ്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ്, ഓഫ് ഹൺ പോളീസ് എക്സ്ക്ലൂഷൻ, ഈ ഒരു ഏരിയ, ഈ ബ്ലോക്ക് 1 ഈ 2 എണ്ണം നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം.
ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യേണ്ട, ഇതെന്തായാലും പഠിച്ചിരിക്കണം. കാരണം ഇത്ര തവണ അത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ ഇപ്രാവശ്യം ചോദിക്കാനുള്ള ചാൻസ് നമുക്ക് നെഗ്ലക്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ബാക്കി എല്ലാം ഹൈ ആണ്. ഇതിനകത്ത് ഹൈ എന്ന് കാണുന്ന ഇതെല്ലാം എന്താണ് നിങ്ങൾ കൃത്യമായിട്ട് നോക്കേണ്ടതായിട്ടാണ് ഉള്ളതാണ്. ഓക്കെ, ഹൈ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും മിസ് ചെയ്യരുത്. ബാക്കിയുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയം പ്രോബബിലിറ്റിയും കൂടെ നോക്കുക, എക്സ്ട്രാ ടൈം ഉണ്ടെങ്കിൽ ലോ പ്രോബബിലിറ്റിയുടെയും കൂടെ നോക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഹൈ പ്രോബബിലിറ്റിയിൽ വരുന്നത്. കണ്ടോ, ഇതിന്റെ ഫുഡ് നോട്ട്സ് ആണ്. ഇപ്പൊ നേരത്തെ കാണിച്ചതിന്റെ ഫുഡ് നോട്ട്സ് ആണ്. എത്ര വർഷം, എത്ര തവണ, ഏതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് സ്പെസിഫൈ ചെയ്യുന്നത്. ഇപ്പൊ പ്രയോറിറ്റി ലിസ്റ്റിൽ, നിങ്ങളുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ ആദ്യം എന്താണ് വേണ്ടത്? VSCPRന്റെ സ്റ്റെപ്സ്, എമ്മോഡ് ഓർഡറിങ്, ഓഫ് ഗോ, ഹൺസ്, പോളീസ്, അരോമാറ്റിസിറ്റി ടെസ്റ്റ്, ഇതൊക്കെയാണ് നിങ്ങളുടെ ഹൈ പ്രോബബിലിറ്റി ലിസ്റ്റിൽ. ഇതെന്താണ് നിങ്ങൾ പഠിച്ചിട്ട് എക്സാമിന് പോയിട്ടുള്ളൂ എന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യണം. മീഡിയം പ്രോബബിലിറ്റിയിൽ വരുന്നത് എന്താണ്? ന്യൂമറിക്കൽസ്, കുഞ്ഞു കുഞ്ഞു കൺസെപ്ഷ്യൽ ക്വസ്റ്റ്യൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങളുടെ മീഡിയം പ്രോബബിലിറ്റിയിൽ വരുന്നത്. ഇത് രണ്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടെ പാസ് ആയിട്ടുണ്ട് നിങ്ങൾ. ഇനി എക്സ്ട്രാ കുറച്ചും കൂടെ മാർക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താണ്? 2-3 എന്താ പറയാ സോൾവ് ആയിട്ടുള്ള എക്സാമ്പിളും കാര്യങ്ങളും നോക്കൂ. ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസ് നമ്മുടെ ടെർമിനൽ ആൻഡ് ക്വസ്റ്റ്യൻസ് എന്നൊക്കെയാണ് ചോദിച്ചു കണ്ടിരിക്കുന്നത്. അല്ലാണ്ട് പുതിയൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കി എടുത്തു വരുന്നതൊക്കെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പുറത്തുള്ള സോഴ്സസ് ഒന്നും തപ്പിപ്പോണ്ട, ടെക്സ്റ്റ് ബുക്ക് തന്നെ പഠിച്ചാൽ മതി. ടെക്സ്റ്റ് ബുക്ക് മര്യാദയ്ക്ക് പഠിച്ച് എടുത്തു പോവാണെന്നുണ്ടെങ്കിൽ അത് അത്രയും നല്ലൊരു കാര്യമാണ്. ഇതാണ് നമ്മുടെ പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ. ടൈം എന്ന് പറയുന്നത് 2 hours ആണ്. മാക്സിമം 50 marks ആണ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. ജനറൽ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ദിസ് പേപ്പർ ഹാസ് 2 parts, A and B, 25 marks each. Attempt any 5 questions from part A and any 5 questions from part B in separate answer sheets, answer books. Okay, separate ആയിട്ട് നിങ്ങൾ ചെയ്യണം. അപ്പൊ പാർട്ട് എ 5 ക്വസ്റ്റ്യൻസും പാർട്ട് എ 5 ക്വസ്റ്റ്യൻസും 25 മാർക്കിന്റെ, പാർട്ട് ബി 5 ക്വസ്റ്റ്യൻസും. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താ? സ്റ്റേറ്റ് 2 central postulates of Bohr atomic model and explain how they resist electron energies. Using your answer in A, show why blind spectra rather than continuum are observed by the hydrogen-like atoms. ഇത് മൊത്തത്തിൽ വന്നിരിക്കുന്നത് എന്തെന്നാണ്? ബോൺ സ്ട്രക്ചർ എന്ന് പറയുന്ന യൂണിറ്റ് 1 എന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ടോട്ടൽ ഇതിൽ നിന്ന് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും? അപ്പൊ ഇതറിയാമെങ്കിൽ 5 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. മോസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പറ്റുന്ന ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ A പാർട്ട് അറിയായിരിക്കും, B പാർട്ട് അറിയുന്നുണ്ടാവില്ല, B പാർട്ട് അറിയായിരിക്കും, A പാർട്ട് അറിയുന്നുണ്ടാവില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്താണ്? ഓക്കെ, ഒരെണ്ണത്തിന്റെ പകുതി എഴുതാം, മറ്റേന്റെ പകുതി എഴുതാം. അങ്ങനെയല്ല. നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യന്റെ മൊത്തത്തിലുള്ള മാർക്ക് മാത്രമേ അവർ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. എപ്പോഴും 2 പാർട്ടും അറിയുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കണം. പിന്നെ അടുത്തത് റൈറ്റ് ദ ഡി ബ്രോഗ്ലി റിലേഷൻ ആൻഡ് ഡിസ്കസ് ഹൗ വേവ് ലെങ്ത് വേരീസ് വിത്ത് ദ പാർട്ടിക്കിൾ ആൻഡ് മാസ് സ്പീഡ്. നോ കാൽക്കുലേഷൻ റിക്വയർഡ്. കാൽക്കുലേഷൻസ് ഒന്നും വേണ്ട, നിങ്ങൾ ജസ്റ്റ് അതിനെ ഡിസ്കസ് ചെയ്താൽ മതി. അതായത് ഒരു പാരഗ്രാഫ് പോലെ എഴുതി കാണിച്ചെന്നാൽ മതി. അതായത് ഒരു ഡെറിവേഷൻ പോലെ നിങ്ങൾ എഴുതി കാണിച്ചെന്നാൽ മതി. വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. നിങ്ങൾ ഡി ബ്രോഗ്ലിയുടെ റിലേഷൻ പഠിക്കുമ്പോൾ തന്നെ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് ചോദിച്ചിട്ടുള്ളൂ. ഇനി എക്സ്പ്ലെയിൻ ഹൗ ഇലക്ട്രോൺ ഡിഫ്രാക്ഷൻ എവിഡൻസ് വേവ് പാർട്ടിക്കൽ ഡ്യുവാലിറ്റി, കമന്റ് ബ്രീഫ്ലി ഓൺ ദ റോൾ ഓഫ് ക്രിസ്റ്റൽ ലാറ്റിസസ് ഇൻ ദ എക്സ്പെരിമെന്റ്സ്. അത് ആ എക്സ്പെരിമെന്റിനെ ബേസ് ചെയ്തിട്ട് വരുന്നതാണ്. അതിന്റെ എവിഡൻസ് ആയിട്ട് എഴുതാനായിട്ട് നോക്കണം. യൂണിറ്റ് 2 നിന്നാണ് ഈ 2 ക്വസ്റ്റ്യനും വന്നിരിക്കുന്നത്. ഇനി list the 4 quantum numbers and give one allowed set for 3p electron. Justify each value briefly. Sketch qualitatively the radial probability for 2s and 2p orbitals and compare node patterns. അതായത് ആ ഓർബിറ്റൽ തിയറി, ക്വാണ്ടം നമ്പേഴ്സ് ഓർബിറ്റൽ തിയറി ആ ഒരു പാർട്ടിൽ നിന്ന് യൂണിറ്റ് 3 യൂണിറ്റ് 1, 2, 3 കവർ ചെയ്തു കേട്ടോ. ഇനിയിപ്പോ യൂണിറ്റ് 5 ആണ് വരുന്നത്. റൈറ്റ് ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് NB and CU and justify any deviation from the symbol of Bohr order. അപ്പൊ ഇത് ആക്ച്വലി എവിടുന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്? ഓഫ് ബോ പ്രിൻസിപ്പിൾ നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ അറിയണം നിങ്ങൾക്ക്. 1s2, 2p2, 2p3 എന്നൊക്കെ പറഞ്ഞിട്ട്. ഇനി predict the number of unpaired electron in Fe2+ and Ni2+. അത് ഈ പറഞ്ഞതുപോലെ തന്നെ കോമ്പിനേഷൻ വരുന്നതാണ്, എത്ര അൺപെയർഡ് ഇലക്ട്രോൺസ് വരുന്നു എന്നുള്ളത്. ഇനി 5th one എന്ന് പറയുന്നത് അറേഞ്ച് പൊട്ടാസ്യം, കാൽഷ്യം, മെഗ്നീഷ്യം ഇൻ ഇൻക്രീസിംഗ് ഫസ്റ്റ് അയനൈസേഷൻ എനർജി വിത്ത് റീസൺസ്. അപ്പൊ ഇത് എവിടെ നിന്ന് വന്നിരിക്കുന്നതാണ്? അക്രോസ് ദ ഗ്രൂപ്പ് അയനൈസേഷൻ എങ്ങനെയായിരിക്കും, ഡൗൺ ദ ഗ്രൂപ്പ് അയനൈസേഷൻ എങ്ങനെയായിരിക്കും. അത് ഓൾറെഡി നമ്മളുടെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നതല്ലേ, മീനിങ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നല്ലേ, അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇനി അക്കൗണ്ട് ഫോർ ദ ലെസ് നെഗറ്റീവ് ഇലക്ട്രോൺ അഫിനിറ്റി ഓഫ് N റിലേറ്റീവ് ടു O. ഇത് എന്തിൽ നിന്ന് വന്നിരിക്കുന്ന? ഇലക്ട്രോ നെഗറ്റിവിറ്റി.
അതായത് സിമ്പിൾ ആയിട്ട് ഓയിന്റെയും എന്നിന്റെയും ഇലക്ട്രോ നെഗറ്റിവിറ്റി കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? ഇലക്ട്രോൺ അഫിനിറ്റി എന്നൊക്കെ പറയുന്നത് ആ നെഗറ്റിവിറ്റി എന്താണ് കുറവാവാനും കാരണമാവാനും എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നോക്കുമ്പോൾ ഇതെന്താ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ഇലക്ട്രോൺ അഫിനിറ്റി ഒന്നുമല്ല, ഈ ഇലക്ട്രോ നെഗറ്റിവിറ്റിയെ പറ്റിയിട്ടൊന്ന് സംസാരിക്കാനേ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതിനെ പറ്റി എഴുതിയാൽ മതി. മനസ്സിലായോ? ഇനി കൺസ്ട്രക്ട് ദ ലൂയിസ് സ്ട്രക്ചർ ഫോർ ClF3 ആൻഡ് പ്രെഡിക്ട് ദ മോളിക്യുലർ ജോമെട്രി ആൻഡ് അപ്രോക്സിമേറ്റ് FCl-F ആംഗിൾസ് യൂസിങ് DSCPR. ആ ഒരു ബെൻ സ്ട്രക്ചർ ആണോ മറ്റേ കർവ് സ്ട്രക്ചർ ആണോ എന്നൊക്കെ പറയുന്നത്. പിന്നെ സ്റ്റേറ്റ് ദ സ്റ്റെറിക് നമ്പർ ആൻഡ് ക്ലാസിഫൈ ദ ബോണ്ട് വേഴ്സസ് ലോൺ പെയർ അറ്റ് ദ സെൻട്രൽ ആറ്റം. അത് ആ തിയറി ബേസ് ചെയ്തിട്ട് തന്നെ വരുന്നതാണ്. ഇനി റൈറ്റ് മോളിക്യുലർ കോൺഫിഗറേഷൻസ് ആൻഡ് കമ്പയർ ബോണ്ട് സ്ട്രക്ചേഴ്സ് Ne2 പ്ലസ് Ne2 Ne2 മൈനസ് എന്ന് പറയുന്ന അതിന്റെ ബോണ്ട് സ്ട്രക്ചേഴ്സ് എങ്ങനെയായിരിക്കും എന്നുള്ളത്. അതായത് അയൺ എക്സ്ട്രാ വരുമ്പോഴും ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് മാറുമ്പോഴും എങ്ങനെയാ അത് വരുന്നതെന്ന്. പിന്നെ നമ്മുടെ പാരാമാഗ്നറ്റിസത്തിന്റെ ആ ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ 7 ക്വസ്റ്റ്യന് 5 എഴുതിയാൽ മതി. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ആദ്യമേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് 2 പാർട്ടും അറിയാവുന്നത് ആദ്യം എഴുതി പോവുക. പിന്നെ കുറച്ച് സംശയമുള്ളത് പതുക്കെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടെ കോൺഫിഡൻസ് വരും. നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻ എഴുതിയെന്ന് വെച്ചിട്ട് ആ പാർട്ടിൽ നിന്ന് കൂടുതൽ മാർക്ക് കിട്ടാനൊന്നും പോകുന്നില്ല. ഇത് ഇന്റേണൽ ചോയ്സ് നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പൊ എത്ര കറക്റ്റ് ആവും അത്രയും കറക്റ്റ് മാർക്കാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ. പിന്നെ പാർട്ട് ബി എന്ന് വരുമ്പോഴും അതും 25 മാർക്സിൽ തന്നെയാണ്. അസൈൻ ഇ ബൈസെറ്റ് കോൺഫിഗറേഷൻ ടു CH3CH ഡബിൾ ബോണ്ട് CHCl ആൻഡ് CH3 ട്വൈസ് C ഡബിൾ ബോണ്ട് CHCH3 ഷോയിങ് ദ പ്രയോറിറ്റി ഓർഡർ യൂസ്ഡ്. അതാ ഇ ബൈസെറ്റ് കോൺഫിഗറേഷന്റെ. സ്റ്റേറ്റ് ദ സ്ട്രക്ചറൽ കണ്ടീഷൻ റിക്വയർഡ് ഫോർ ദ ജോമെട്രിക്കൽ ഐസോമറിസം ഇൻ ആൽക്കീൻസ്. ജോമെട്രിക്കൽ ഐസോമറിസം, ആൽക്കീന്റെ ജോമെട്രിക്കൽ ഐസോമറിസം ആണ് ചോദിച്ചിരിക്കുന്നത്. മേ ബി ഈ ബി പാർട്ട് നിങ്ങൾക്ക് നല്ല വൃത്തിക്ക് അറിയായിരിക്കും. ഇത് കുറച്ച് ഡൗട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ലെറ്റ് HB ഇതിവിടെ ഇരിക്കട്ടെ. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കിയിട്ട് തിരിച്ചു വരാം. ഇനി IS configuration to the stereo center in CH3CHOH CH2Cl and BrCH2CHOH CH3 stating the priorities. Distinguish enantiomers from disastomers with one crisp criteria. നോക്ക്, നിങ്ങളുടെ അടുത്ത് കൃത്യമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു ഒറ്റ റീസൺ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള റീസൺ യൂസ് ചെയ്തിട്ട് പറയാനായിട്ട്. ഇതും ഈ പറഞ്ഞതുപോലെ ഈ എനൻഷ്യോമസ് ഡിസാസ്റ്റോമസ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ട് പോയിട്ടുണ്ടാവും. ഈ ഒരു സംഭവം ചിലപ്പോ എന്താ ഇവിടെ ചോദിച്ചു വെച്ചിരിക്കുന്നത് എന്നൊരു ഡൗട്ട് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അതിന് എന്ത് ചെയ്യണം? കൺസെപ്ഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ടെർമിനൽ എൻഡിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യണം. നിങ്ങൾ നോക്കി ഇതൊക്കെ എക്സാമ്പിളിലോ ടെർമിനൽ എൻഡിലോ ഒക്കെ കാണാവുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. ഓക്കെ. ഇനി ഡ്രോ ന്യൂമൻ പ്രൊജക്ഷൻസ് ഫോർ ദ N-butane about C2C3 in anti and ellipsed conformations and identify more stable one with a reason. Represent Gauche and anti-conformations of 1,2-difluoroethane using Seeholt's formula. അതും ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ന്യൂമൻ പ്രൊജക്ഷൻ നിങ്ങൾക്ക് അറിയായിരിക്കും. ഈ ഒരു സംഭവം ചെറിയൊരു ഡൗട്ട് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അറേഞ്ച് ദ ഇൻക്രീസിംഗ് ആസിഡിസിറ്റി, ഗിവ് റീസൺ. P നൈട്രോബെൻസനോയിക് ആസിഡ്, ബെൻസനോയിക് ആസിഡ്, P മീഥൈൽ ബെൻസനോയിക് ആസിഡ്. ഇതിന് ഏതാണ് ഇൻക്രീസിംഗ് ആയിട്ടുള്ള എന്താ പറയാ ആസിഡിസിറ്റി ഉള്ളത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി എക്സ്പ്ലെയിൻ ബൈ അനലീൻ ഇസ് വീക്കർ ബേസ് ദാൻ ദ ബെൻസൈൽ അമൈൻ. ബെൻസൈൽ അമൈനേക്കാളും അനലീൻ എന്തുകൊണ്ട് ഒരു വീക്കർ ബേസ് ആയി എന്നുള്ളത് ആ ഒരു കമ്പാരിസൺ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, കമ്പാരിസൺ ചോദിക്കുന്നു ബേസ് ചെയ്തിട്ട് വരുന്നതാ. ഇത് തന്നെ. ക്ലാസിഫൈ ഈച്ച് റിയേജന്റ് ആസ് ന്യൂക്ലിയോഫൈൽ ഓർ ഇലക്ട്രോഫൈൽ. ഇലക്ട്രോൺ ലവിംഗ് സ്പീഷ്യസ്, ഇലക്ട്രോൺ ഹീറ്റിംഗ് സ്പീഷ്യസ്, ന്യൂക്ലിയസ് ലവിംഗ് സ്പീഷ്യസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുമല്ലോ. അത് തന്നെ. OH minus AlCl3 Cn minus NO2 plus ഇതൊക്കെ. Order the stability of tetrabutyl benzyl and allyl carbocations with a brief justification. അപ്പൊ ഇത്രയാണ് ആ ഒരു 3 മാർക്സ് എന്നും വരുന്നത്. ഇനി predict the major product for the addition of HBr to propene in the absence of peroxides and in the presence and in their presence too. In the presence of peroxides and in the absence of peroxide, justify the orientation in each case. State the ozonolysis carbonyl fragments expected from the 2-methyl-2-butene. എന്ന് പറയുന്നത് ആ സ്ട്രക്ചർ എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ മറ്റേ ഇതിന്റെ ഫ്രാഗ്മെന്റ്സ് നിങ്ങൾക്ക് ചിലപ്പോൾ ഗസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവും. കുറച്ചൊന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി, അപ്പൊ സെറ്റ് ആയിക്കോളും.
ഇനി give the principal products when the propyne is hydrogenated with a poisoned PD catalyst, and second one is Na or NH3 conditions. Using Huckel's rule, decide whether cyclopropenyl cation and cyclopentanyl anion are aromatic and justify it briefly. അത് യൂണിറ്റ് 18-19 കോമ്പിനേഷൻ എന്ന് വന്നിരിക്കുന്നതാണ്. മനസ്സിലായത്? നിങ്ങൾ ബ്ലോക്ക് 4 യൂണിറ്റ് 18 മാത്രം പഠിച്ച് എന്ത് സംഭവിക്കും? ഇതിൽ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതാണ് അതിനകത്ത് വരുന്നത്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് വരുന്നത്. നമ്മുടെ സെക്ഷൻ ബിയിൽ വരുന്നത് മറ്റേതിൽ 7 ഇതിലും 7. അപ്പൊ ടോട്ടൽ 14. അന്ന് 5 വെച്ച് എഴുതിയാൽ മതി. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, കാമായിട്ടിരുന്ന് എക്സാം എഴുതാനായിട്ട് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ആൻസർ റൈറ്റിംഗ് വർക്ക്ഷോപ്സും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഐഡിയാസ് കിട്ടും. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു PYQ അനാലിസിസിൽ വരുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ഈ ഡോക്യുമെന്റ് നല്ല രീതിക്ക് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അതർ മെന്റർ അല്ലെങ്കിൽ LSCസിനെ കണക്ട് ചെയ്യാനായിട്ട് നോക്കുക. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ കമ്മിങ് എക്സാമിനേഷൻസ്. നല്ല പോലെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് എഴുതുക. കാമായിട്ട് കുറച്ചും കൂടെ നല്ല രീതിക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റട്ടെ എന്ന് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. സോ താങ്ക് യു ഗൈസ്. ബൈ. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.